ഇവിടേൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് കുറേ ചോദ്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ കോടതിയിൽ നിന്നും തുടരെ തുടരെ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ. ഇത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ GST അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ മെയിനായിട്ട് അത് തന്നെയാണ് ഇന്നത്തെ കവറേജ്. ഇപ്പോൾ മോർണിംഗ് ടൈമിൽ ഫുള്ള് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിലൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം നമുക്കുണ്ട്. അതും കൂടി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. കാരണം കാഴ്ചപ്പാടാണല്ലോ പ്രധാനമായിട്ടുള്ള പ്രശ്നം. സ്റ്റേറ്റ് ഗവൺമെൻറ് വേഴ്സസ് സെൻട്രൽ ഗവൺമെൻറ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പം മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുമായിട്ട് നമുക്ക് നോക്കാം. അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അതിനു മുമ്പ് ട്രംപ് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് നിന്ന് എപ്പോഴും ചോദ്യം നേരിടുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ താരിഫ് ഇടുന്നില്ലേ? ഇപ്പോഴും ഇന്ത്യ റഷ്യയുടെ നിന്ന് കൂടുതൽ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞതിന് ഭയങ്കരമായിട്ട് ട്രംപ് ഇറിറ്റേറ്റ് ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ കണ്ടുവരുന്നത്. ഇന്നത്തെ ചോദ്യങ്ങൾക്കൊക്കെ അത് തന്നെയാണ് ട്രംപിൻ്റെ ഉത്തരം. ട്രംപിൻ്റെ ബേസിക് ആയിട്ടുള്ള അമേരിക്കയുടെ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കാം. കാരണം ഇതിനകത്ത് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ താരിഫ് എന്ന് പറയുന്നത് അവരവരുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോളിസിയാണ്. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ടൂളാണ് താരിഫ്. അപ്പോൾ അങ്ങനെ താരിഫ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു വിഷയം, ട്രംപ് ഈ കണ്ണും പൂട്ടി ഒരു രാജ്യത്തിന് ഇത്ര താരിഫ്, ഇന്ന രാജ്യത്തിന് ഇത്ര താരിഫ്, ഇങ്ങനെയാണ് താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അമേരിക്ക, ഇപ്പം നമ്മളെ നോക്കൂ, ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യക്കുള്ളിൽ റൈസ് ഉൽപ്പാദനം ഉണ്ടെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ. അപ്പോൾ റൈസ് ഇന്ത്യക്കുള്ളിൽ കൂടുതലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നും റൈസ് കൂടുതലായിട്ട് ഇന്ത്യക്കുള്ളിൽ ഇറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യക്കുള്ളിലുള്ള കർഷകർക്ക് ആ റൈസിൻ്റെ വാല്യൂ കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മളുടെ ഇന്റർണൽ ഉൽപ്പാദനത്തിനെ അത് ബാധിക്കും, ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ താരിഫ് ഇടുന്നത്. താരിഫ് ഇട്ടിട്ട് ഇറക്കുമതി ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അഥവാ ഷോർട്ടേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇറക്കുമതി തീരുവയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഇറക്കുമതി ചെയ്യാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ റൈസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് വെളിയിൽ നിന്ന് ഇറക്കണം? കാരണം നമ്മുടെ രാജ്യത്തിനുള്ള ആൾക്കാർക്കാണല്ലോ ഏറ്റവും പ്രാധാന്യം, അവർക്കാണല്ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതും പോയിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ രാജ്യത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ താരിഫ് ഇടുന്നു. ഇതാണ് താരിഫ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും അരി വന്നാലും തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിൽ നിന്നും അരി വന്നാലും സെയിം താരിഫ് ആയിരിക്കും. കാരണം ഇവിടെ പ്രോഡക്റ്റ് വൈസ് ആണ് താരിഫ്. അതായത് ഇന്ന പ്രോഡക്റ്റ് ഞങ്ങളുടെ രാജ്യത്തുണ്ട്, ഒരുപാടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണ്ട, അതിനാണ് താരിഫ്. അല്ലാതെ ഞങ്ങളുടെ രാജ്യത്ത് ഇന്ന പ്രോഡക്റ്റ് ഒരുപാടില്ല, പക്ഷേ ആ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണം, പക്ഷേ അത് ഞങ്ങൾ കൂടുതൽ താരിഫ് ഇട്ടേ എടുക്കൂ. ഇതാണ് ഇപ്പോൾ അമേരിക്ക വെച്ചിരിക്കുന്ന ആ ഒരു വിരോധാഭാസം. മനസ്സിലായോ? ഇവിടെയാണ് പ്രശ്നം. ഇതാണ് ശരിക്കുള്ള പ്രശ്നം. അതായത് ട്രംപ് എടുത്തിരിക്കുന്ന ഒരു മെത്തേഡ് അത് ഭയങ്കര റോങ് ആണ്. അമേരിക്ക ചെയ്യേണ്ടത് എന്താണ്? അമേരിക്കയ്ക്കുള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ കസ്റ്റംസിലൂടെ കടന്നു വരുന്നുള്ള ലിസ്റ്റ് എടുക്കണം. ആ ലിസ്റ്റ് എടുത്തിട്ട് അമേരിക്കയുടെ ഉള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ ഇതിൽ ഡൊമസ്റ്റിക് ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിൽ ഇപ്പം സോയാബീൻ, അതുപോലെ തന്നെ മക്കാച്ചോളം, ഇതൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വെളിയിൽ നിന്ന് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ഇമ്പോർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൽ നിന്നും ഓക്കെ, ബ്രസീലിൽ നിന്ന് നമുക്ക് ചോളം വരുന്നുണ്ട്, അപ്പോൾ അതിന് താരിഫ് ഇടും. അല്ലെങ്കിൽ ബ്രസീലിൽ നിന്നുള്ള സോയാബീനോട് ആവശ്യമില്ല, ഓക്കെ, ആ ഒരു പ്രോഡക്റ്റിന് താരിഫ് ഇടും. അപ്പോൾ ആ പ്രോഡക്റ്റ് കസ്റ്റംസിലൂടെ ഏത് രാജ്യത്ത് നിന്ന് കടന്നു വന്നാലും ആ പ്രോഡക്റ്റിന് താരിഫ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അമേരിക്കയുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് സംരക്ഷിക്കപ്പെടുന്നു. അവർക്ക് നല്ല വില കിട്ടാനും അവരുടെ സാധനങ്ങൾ കൂടുതൽ വിറ്റുപോകാനും അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു പ്രാധാന്യം കിട്ടാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് അവരുടെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്നു. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇതാണോ അമേരിക്ക ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം അമേരിക്ക ചെയ്തിരിക്കുന്നത്. അമേരിക്ക ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് കച്ചവടമുണ്ട്, അവരും ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് 45 ബില്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ഫോർമുലയിൽ എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 26% താരിഫ് ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സാധനങ്ങളും താരിഫിൽപ്പെടും. ഇതൊരു മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം നമുക്ക് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ട്രംപിന്റെ താരിഫിനെ നമ്മൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ താരിഫ് ഇടുന്നില്ല, വെച്ചാൽ ഇന്ത്യയുടെ താരിഫ് അമേരിക്കയുടെ താരിഫ് പോലെയല്ല. ഇന്ത്യയുടെ താരിഫ് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലാണ് ഇന്ത്യയുടെ താരിഫ്. ഇന്ത്യയുടെ താരിഫ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് താരിഫ് ഉണ്ടോ? യെസ്, താരിഫ് ഉണ്ട്. കാരണം ഒരു ഡൊമസ്റ്റിക് മാനുഫാക്ചറർ ഉണ്ട്. ആ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പർട്ടിക്കുലർ ഐറ്റത്തിന് താരിഫ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമല്ല താരിഫ് ഇട്ടിരിക്കുന്നത്, നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയി രാജ്യങ്ങളെ പറഞ്ഞുകൊണ്ടല്ല താരിഫ് ഇട്ടിരിക്കുന്നത്, നമ്മൾ പ്രോഡക്റ്റിനാണ് താരിഫ് ഇട്ടിരിക്കുന്നത്. കാരണം
പ്രോഡക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ ഇല്ലാത്ത പ്രോഡക്റ്റ്. ഇന്ത്യക്കുള്ളിൽ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു താരിഫ് ഇടേണ്ട ആവശ്യമില്ല. ബേസ് ലൈൻ താരിഫ് മാത്രം വെച്ചിട്ട് അവർക്ക് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് ഇങ്ങോട്ട് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്താവുന്നേ ഉള്ളൂ. അത്രമാത്രം ലളിതമാണ് കാര്യം. ഇതിപ്പം സാധാരണ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് താരിഫിന്റെ വിഷയങ്ങൾ തുടരെ ഓരോ വീഡിയോകളിലും കുറച്ചായിട്ട് ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരേ വിഷയം ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാവില്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താരിഫിന്റെ വിഷയങ്ങൾ കുറേ വീഡിയോകളിലായിട്ട് കുറച്ചായിട്ട് ഞാൻ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തന്ന ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്ക ചെയ്തിരിക്കുന്ന തെറ്റെന്താണ്, ഈ താരിഫ് എങ്ങനെയാണ് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. അമേരിക്കയിലുള്ള ലുട്നിക് കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ, അതുപോലെ തന്നെ ട്രഷറി മിനിസ്റ്റർ സ്കോട്ട് ബെസന്റ്, ഇവർക്കൊക്കെ ട്രംപിനോട് സംസാരിക്കാൻ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അപ്പോഴേ ഫയർ ചെയ്യും. അതുകൊണ്ടായിരിക്കാം. കാരണം ഇതൊന്നും ഈ രീതിയിലുള്ള ഡിസ്കഷൻസ് ഒന്നും അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ താരിഫിനെ ഒരു ടൂളായിട്ട് എടുത്തുകൊണ്ട് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഫെഡറൽ ഗവൺമെന്റുകൾ, അതായത് നമ്മുടെ നാട്ടിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ആണല്ലോ, പക്ഷേ അതേസമയം അമേരിക്കയിൽ ഗവർണേഴ്സ് ആണ്. മനസ്സിലായോ? കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രൈം മിനിസ്റ്റർ ആണ് റൂളിംഗ് പവർ. പക്ഷെ അമേരിക്കയിൽ ഡെമോക്രസി ആണെങ്കിലും അവിടെ ഗവർണറാണ്, അവിടെ പ്രസിഡന്റിനാണ് റൂളിംഗ് പവർ. അപ്പോൾ പ്രസിഡന്റിന് താഴെയുള്ള ഗവർണറുകളാണ് ഏറ്റവും കൂടുതൽ എല്ലാ ഫെഡറൽ സ്റ്റേറ്റുകളിലും റൂളിംഗ് പവറിലുള്ളത്. കുറേ ഫെഡറൽ സ്റ്റേറ്റിന്റെ ഗവർണർമാർ, അതായത് ചീഫ് മിനിസ്റ്റർമാരെന്ന് തന്നെ വിചാരിച്ചോ, ആ രീതിയിൽ ആ പൊസിഷനിൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെല്ലാം തന്നെ സുപ്രീം കോടതി അമേരിക്കയിലെ കോർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് GDP കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പല ഫെഡറൽ സ്റ്റേറ്റുകളിലും നല്ല രീതിയിൽ വിലക്കയറ്റമുണ്ട്, കാരണം വേറെ ഒന്നുമില്ല, ഈ താരിഫാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. താരിഫ് ഓൾറെഡി തന്നെ റോങ് ആണെന്ന് കോടതി കണ്ടെത്തി ഡൊണാൾഡ് ട്രംപിന് ഒക്ടോബർ വരെ അപ്പീലിനുള്ള സമയം കൊടുത്തിരിക്കുകയാണ്. അതാണ് നമ്പർ 1. ഇത് കോടതി പരാമർശിക്കുകയുണ്ടായി. US എയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് പുറത്ത് മാത്രമല്ല, അമേരിക്കയുടെ ഉള്ളിലും ഒരുപാട് എയ്ഡ് വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എയ്ഡ് വർക്കൊക്കെ പല ഫെഡറൽ സ്റ്റേറ്റുകൾക്കും ഭയങ്കര ഉപകാരപ്രദമായിരുന്നു. ഈ താരിഫ് മൂലം പ്രൈസ് ഇങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു എയ്ഡ് നിർത്തിവെച്ചിരിക്കുന്നതും കൂടി ഒരു ദുരന്തമായി തീരുകയാണ് എന്നാണ് അവർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഫെഡറൽ ഗവൺമെന്റുകളുടെ ഈ ഒരു അഭ്യർത്ഥനയെ മാനിച്ച് ഇന്ന് US ഫെഡറൽ കോർട്ട്, അവിടുത്തെ ഫെഡറൽ ജഡ്ജ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് US എയ്ഡ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചല്ലോ, അത് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത്, അതായത് US എയ്ഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, ഞാൻ എന്ത് ചെയ്താലും കോടതി ഇടപെട്ടുകൊണ്ട് ഇതിനെ തടയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മേജറായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ പദ്ധതികളും തന്നെ കോടതി ഇപ്പം തടഞ്ഞിരിക്കുകയാണ്. US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 4-5 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷൻസിനെ ഫണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംഘടനകൾക്ക് US എയ്ഡ് മുഖാന്തരം പൈസ പോയിട്ടുണ്ട്, ഫണ്ട്. അത് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പല രാജ്യങ്ങളിലും തീവ്രവാദം സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു ഈ US എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും US എയ്ഡ് സ്റ്റോപ്പ് ചെയ്തത് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ കുറെ വയസ്സായ ആൾക്കാർ, അതുപോലെ തന്നെ NGO ആശ്രയിച്ച് മരുന്നും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഈ ഷെൽട്ടർലെസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ കുറെ ഉണ്ട് അമേരിക്കയിൽ. അവർക്കൊക്കെ ഈ ഒരു US എയ്ഡ് മൂലമുള്ള NGO ത്രൂ ആണ് ചില ഫണ്ടുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ തടഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ സാഹചര്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതാണ്ട് $12 ബില്യൺ വെർത്ത് വരുന്ന ആ ഒരു മണി റൊട്ടേറ്റിംഗ് ആയിരുന്നു US എയ്ഡ് എന്ന് പറയുന്നത്. അതിനെയാണ് പുള്ളി സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതിനെ ഇപ്പം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഇത് ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡോജ് എന്ന് പറഞ്ഞ സംവിധാനമൊക്കെ കൊണ്ടുവന്ന് ഇലോൺ മസ്കിനെയൊക്കെ തന്നെ തലപ്പത്തിരുത്തി കുറേ പൈസയൊക്കെ ചിലവാക്കിയതാണ്. അങ്ങനെ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന US എയ്ഡ് ത്രൂ ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിനെ തുടർന്ന് കുറെ ഫണ്ടൊക്കെ ചെലവാക്കി നടത്തിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഡോജ് എന്ന് പറയുന്നത്. ആ ഡോജ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുടക്കിയ പൈസ പോലും ഇപ്പം നഷ്ടം എന്നുള്ള നഷ്ടക്കണക്കിൽ എഴുതുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഡോജ് ഇംപ്ലിമെന്റ് ചെയ്ത ഈ ഒരു US എയ്ഡ് സ്റ്റോപ്പ് ചെയ്ത പരിപാടി വീണ്ടും ഇതാ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് മാത്രമാണോ? ഇല്ലീഗൽ എമിഗ്രന്റുകളെ പിടിച്ച് പുറത്താക്കാന്ന് പറഞ്ഞിട്ട് കുറെ എമിഗ്രന്റുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അലിഗേറ്റർ അൽക്കട്രാസ് എന്ന് പറഞ്ഞിട്ട് മുതലക്കുളത്തിന്റെ നടുക്കുള്ള ജയിലിൽ കൊണ്ടിട്ട സമയത്ത് അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അതിനെയും സ്റ്റേ ചെയ്ത് അവരെയൊക്കെ തുറന്നു വിടേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് എവിടെയൊക്കെ പോയി കൈവെക്കുന്നു അവിടെയൊക്കെ കോടതി ഇടപെട്ടുകൊണ്ട് അതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡിന്നറാണ്. അതായത് അമേരിക്കയിലുള്ള സുപ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം CEO അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ CEOമാരെയൊക്കെ വിളിച്ച് വിരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ എലോൺ മസ്ക് ആയാലും തന്നെ പല ആൾക്കാരുടെ അടുത്തും അമേരിക്കൻ ഒരു ജനസമൂഹമുണ്ട്, അവർക്ക് റെസ്പെക്ട് ആണ്. കാരണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ അവർ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ഓപ്പൺ എഐയുടെ സാം ആൽട്ട്മാൻ, മൈക്രോസോഫ്റ്റ്, ആമസോൺ ഇതിൻ്റെയൊക്കെ CEOമാർ അവിടെ ഉണ്ട്.
അപ്പോൾ അവരൊക്കെ ഇന്ന് ട്രംപുമായിട്ടൊരു ഡിന്നർ മീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഒരു ഉപദേശം വേണം, അഡ്വൈസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് എന്റർപ്രണേഴ്സിന്റെ മീറ്റിംഗ്, ഈ ഒരു ഡിന്നർ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നിലവിലെ സിറ്റുവേഷൻസ്, പ്രത്യേകിച്ചും അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ വോളറ്റൈൽ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ തന്നെ ബാക്ക് ഡോർ ടോക്കിലൂടെയാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാലെങ്കിലും ട്രംപ് കുറച്ചുകൂടെ പുതിയ ഐഡിയകളുമായിട്ട് മുന്നോട്ട് വരുമോ എന്നാണ് അമേരിക്കക്കാർ നോക്കിയിരിക്കുന്നത്. കാരണം ഇനി എങ്ങാനും ഈ ബിസിനസ് സിഇഒമാരെങ്കിലും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉപദേശിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ലുറ്റിനിക്കും ഈ സ്കോട്ട് ബെസന്റോ അല്ലെങ്കിൽ ലിൻസി ഗ്രഹാമോ ഇവരെ കൊണ്ടൊന്നും നടക്കൂല, പീറ്റർ നെവേരയോ, ഇതൊക്കെ പഴഞ്ചൻ ആൾക്കാരാണ്, ഇവരെ കൊണ്ടൊന്നും നടക്കൂല. അതിന് ബദലായിട്ട് ഈ സിഇഒമാരെ കൊണ്ട് കുറച്ച് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ട്രംപ് ഒരു പക്ഷേ ചില നിർണായക തീരുമാന മാറ്റങ്ങൾ എടുത്തേക്കാം. ആമസോണിനൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ത്യയുടെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ, ചൈനയുടെ സപ്ലൈ ചെയിൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആമസോൺ തന്നെ സർവൈവ് ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ഇ കൊമേഴ്സ് മാർക്കറ്റ് തന്നെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലാണ്. ഇതൊക്കെ ആമസോണിന്റെ ജെഫ് ബെസോസ് ഒക്കെ കുറച്ച് ട്രംപിന്റെ അടുത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ച് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ പോളണ്ടിന്റെ നോറോക്കി ട്രംപിനെ മീറ്റ് ചെയ്തിരുന്നു. പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത് പോളണ്ടിന്റെ ഉള്ളിലേക്ക് കുറച്ച് US സോൾജേഴ്സിനെ അയക്കണം, കാരണം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നുള്ളൊരു ഫീല് പുള്ളി പങ്കുവച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പോളണ്ട് ഏതാണ്ട് 1 ട്രില്യൺ എക്കോണമിയുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണെന്നുള്ള ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ പുള്ളി അവിടെ ഷെയർ ചെയ്യുണ്ടായി. എന്തായാലും വളരെ കൂളായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ട്രംപും നോറോക്കിയും തമ്മിൽ. ട്രംപ് പറഞ്ഞു ശരി, ഞാൻ അയച്ചു വെക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മിലിറ്ററി ഡിപ്ലോയ്മെന്റിനെ കുറിച്ചിട്ട്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പോളിസി തന്നെയാണ് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരെ ഈ ഔട്ട്സോഴ്സ് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഒരു ഔട്ട്സോഴ്സിലേക്ക് തന്നെ പോവാണ് ഇപ്പോൾ ഇത്. അല്ലെങ്കിൽ വെറും വാക്കാണോ ഇനി കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ സദൻ സൈഡിലും, അതായത് റഫ ഭാഗത്ത് ആ ഒരു ഈജിപ്ഷ്യൻ ബോർഡറിലും, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബോർഡർ ഉണ്ടല്ലോ, അതായത് നോർത്തേൺ സൈഡിൽ എവിടെയാണ് ഈ ഹമാസ് ഒക്ടോബർ 7 ഗേറ്റ് പൊളിച്ചകത്ത് കയറിയത്, ആ ഭാഗങ്ങളിലൊക്കെ മാസീവ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തുകയാണ്, മാസീവ് ആയിട്ടുള്ള അറ്റാക്കുകൾ. അതേപോലെ 80% വെസ്റ്റ് ബാങ്കും ഇസ്രായേലിനോടൊപ്പം ചേർക്കാണ്. ഇതിന് ഫ്രാൻസ്, ജർമ്മനി, UK 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ശക്തമായി അതിനെ എതിർത്തിരിക്കുകയാണ്. ഇത് ഒട്ടും ശരിയല്ല, ഇത് നടക്കുന്ന കേസല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ടോപ്പ് മോസ്റ്റ് തയ്യബ് എർദോഗനും ഇതിനെക്കുറിച്ച് കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. തയ്യബ് എർദോഗൻ വെറുതെ വന്നിങ്ങനെ കണ്ടംപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇസ്രായേലുമായിട്ട് നല്ല രീതിയിൽ കച്ചവടമുണ്ട് തുർക്കിക്ക്. അതുപോലെ തന്നെ ഈജിപ്തിന് $4 ബില്യൺ ഒരു കരാർ എങ്ങാണ്ട് ഒരു ഈജിപ്ഷ്യൻ കമ്പനി ഇസ്രായേലുമായിട്ട് സൈൻ ചെയ്തിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈജിപ്ഷ്യൻ കമ്പനി, മനസ്സിലായോ? ഇവർക്കെല്ലാം ഇസ്രായേലുമായിട്ട് കച്ചവടമുണ്ട്. ജോർദാന് നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. പല അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലുമായിട്ട് കച്ചവടമുണ്ട്. നിലവിൽ ഒളിഞ്ഞും നിറഞ്ഞൊക്കെ ഈ കച്ചവടങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നവർ. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബിൽഡിങ്ങുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ പല മോസ്കുകളും ഉണ്ട് എന്നുള്ളതാണ് വാർത്ത. ഈ മോസ്ക് ഡെമോളിഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ രീതിയിലുള്ള ബ്ലെയിം ഇസ്രായേലിന്റെ മേലിൽ ഇടാൻ പറ്റുമോ എന്ന് ഹമാസ് നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പം GSTയിലേക്ക് വരാം. നമ്മുടെ നാട്ടിലുള്ള GST ഇത്രയും നാളും സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര GST ആണ്, GST കുറയ്ക്കണം. ശരി, ഇപ്പം നിലവിലൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നു. അപ്പം പൊതുജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവരത് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് പർച്ചേസ് വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി സെൻട്രൽ ഗവൺമെന്റ് GSTയിൽ 2 സ്ലാബുകൾ എടുത്തു കളഞ്ഞു. ആ 2 സ്ലാബുകൾ എടുത്തു കളഞ്ഞതോടൊപ്പം ഒരു 40% സ്ലാബ് ആഡ് ചെയ്തു. ഈ 2 സ്ലാബ് എന്ന് പറയുന്നത് 5, 12, 18, 28 ഇതായിരുന്നു. ഇതിനകത്ത് 12ഉം 28ഉം എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം 5% ഒരു സ്ലാബ്, അതിൽ വീട്ടുപയോഗത്തിന് വേണ്ടി മേടിക്കുന്ന പരമാവധി സാധനങ്ങളൊക്കെ അതിനകത്ത് പെടും. പിന്നെ 18% സ്ലാബ്. മുമ്പ് 28% കൊടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു 18% സ്ലാബിലേക്ക് വരും. ഇതിൽ കുറച്ച് സാധനങ്ങൾ എലിവേറ്റ് ആയിട്ടുണ്ട്, അതായത് 40%. ഈ 40% എന്ന് പറയുന്നത് ലക്ഷറി ടാക്സ് ആണ്. ടൊബാക്കോ ഐറ്റംസ്, പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഈ ലക്ഷറിയിലേക്ക് പോവാണ്. 40% ഇതിന്റെ ടാക്സ് ഉയരും. അതുപോലെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, അതിലാണ് ഈ പെപ്സി, കൊക്കക്കോള, ഈ ചവനപ്പ്, ചപ്പച്ചവർ, ഈ സാധനങ്ങൾ, അതായത് ഗ്യാസ് അടച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച് കൊടുക്കുന്ന എല്ലാ വെള്ളവും ആ ഒരു കാറ്റഗറിയിലേക്ക് പോവാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ 5%, 18%, ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഫേസ് ചെയ്യാൻ പോകുന്ന, സാധാരണക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന താരിഫ്. സെൻട്രൽ ഗവൺമെന്റ് താരിഫ് കുറച്ച്, അപ്പോൾ ഓവറാൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ നല്ലൊരു ശതമാനം ബാക്കിയാവും. അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കാം. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷെ ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കണം, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇരട്ടത്താപ്പ്. ഇത്രയും നാൾ ശരിക്കും ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ മേളിൽ ബ്ലെയിം ചെയ്തുകൊണ്ട്, അതായത് ഭയങ്കര ഭീമമായ ടാക്സ് ആണ് എന്നുള്ള നിലയിലുള്ള ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ എന്തോ കാരണം വെച്ച് സെൻട്രൽ ഗവൺമെന്റ് കുറയ്ക്കുന്നു വെച്ചോ, പർച്ചേസിംഗ് പവർ കൂട്ടുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇരിക്കപ്പുറത്തില്ല. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഇപ്പം ഇതിന്റെ പുറയിലാണ്. നോട്ട് ഓൺലി കേരള, പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും.
ഇപ്പൊ ഇതിൽ കർണാടകയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അവരെ ഇപ്പൊ റോഡ് ടാക്സ് ഇപ്പോൾ ഒരു വണ്ടിയെ മേടിച്ച് കഴിഞ്ഞാൽ റോഡ് ടാക്സ് ഒക്കെ നിങ്ങൾ 60% പേ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് മൊത്തത്തിൽ ഓവറോൾ. അതായത് നിങ്ങൾ 100-ന് പർച്ചേസ് ചെയ്തെങ്കിൽ ഒരു 60 കൂടി ചേർത്ത് പേ ചെയ്യണം, 160 ആ രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് സെസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ സെസ് GSTയുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും ഞങ്ങളുടെ എക്സ്പെൻഡിച്ചർ, അപ്പോൾ സ്റ്റേറ്റിന്റെ ചെലവ് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല, അതിനെന്തെങ്കിലും കോമ്പൻസേഷൻ തരണം എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ വാദം. ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ഈ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിനൊരു കണക്ക് വേണമല്ലോ. കാരണം ഈ കണക്കില്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ശരിക്കും ചെയ്യാനിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെസ്സിലെ ആ സെസ് തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സെസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചാർജ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാധ്യതയല്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത ഒരു ആനുകൂല്യം സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് തരാൻ തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അങ്ങനെ വരുള്ളൂ. കാരണം സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ടാക്സും ചാർജ് ചെയ്യുന്നുള്ള ബ്ലെയിം ഏറ്റെടുക്കണം. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനേക്കാണ് രണ്ടുപേർക്കും ഈ ടാക്സിൽ തുല്യ പങ്കാളിത്തമുണ്ട്. അപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ പൊതുജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവാണ്. അപ്പൊ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും ഈ സെസ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അതിനെ ചൊല്ലി ഒരു രീതിയിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് സെസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സെസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ക്യാൻസൽ ചെയ്തിട്ടില്ല. അതിന് പകരം അതിനെ GSTയോട് ആഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിനെ വീണ്ടും ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ ഉദ്ദേശിക്കുന്ന തുക അവരുടെ സിറ്റിസൺസിൽ നിന്നും ചാർജ് ചെയ്യും. ഇനി കുറഞ്ഞ അളവിൽ സെസ് ചാർജ് ചെയ്യണോ കൂടിയ അളവിൽ ചാർജ് ചെയ്യണോ എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തീരുമാനമായിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂടിയ ചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പൊ ഇതിന് മുമ്പ് അവരെന്താണോ അവരുടെ എക്സ്പെൻസ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സെസ് ത്രൂ എത്രയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്തിരിക്കുന്നത് അതിനെ കിഴിച്ചിട്ട് ബാക്കി എത്രയാണോ ഒരു ഡെഫിസിറ്റ് എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നത് ആ ഒരു തുക സെൻട്രൽ ഗവൺമെന്റ് സെറ്റിൽ ചെയ്യുമായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഗവൺമെന്റ് 100 രൂപയാണ് സെസ് ഇനത്തിൽ ഈടാക്കുന്നത് വെച്ചോ. പക്ഷേ നമ്മളുടെ ഇതിനു മുമ്പുള്ള എക്സ്പെൻസസ് ശരിക്കും 150 ആയിരുന്നെങ്കിൽ ആ ബാക്കിയുള്ള 50 സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. ഇതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെല്ലാം തന്നെ ബേസിക് റൂട്ടിലുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇതിൽ പല മാറ്റങ്ങൾ വരാം. തീർച്ചയായിട്ടും ക്യാബിനറ്റിലും അതേപോലെ ഫിനാൻഷ്യൽ മിനിസ്ട്രിയിലും തുടരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒടുവിൽ എന്താണ് തീരുമാനം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്നാലും നിലവിൽ ഇതാണ് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. അപ്പൊ എന്തായാലും കുറെ സമഗ്രമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.